ഗൈസ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വീഡിയോ ആയിട്ടാട്ടോ. അപ്പോൾ 2 ദിവസമായി ഞാൻ വീഡിയോ ഇട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തിരക്കിലായിപ്പോയി. അപ്പോൾ ഇപ്പോൾ ഒരു പൂതി, മഴ കണ്ടപ്പോൾ ഒരു പൂതി എനിക്ക് മഴയത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മഴയത്ത് ഇറങ്ങിയതാണ് കേട്ടോ. അത്യാവശ്യം കൊള്ളാൻ മാത്രമുള്ള മഴയുള്ളൂ, അധികം മഴയൊന്നുമില്ല. അപ്പോൾ ഞാൻ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ വളക്കാട്ടിരിക്കണ നേരമാണ് കേട്ടോ. അപ്പം ഞാൻ വളക്കാട്ടിന് ശേഷം ഇങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ പെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ പൊതുവെ ഇപ്പോൾ എല്ലാ സ്ഥലത്തും മഴ പെയ്യുന്നുണ്ടാകും. അപ്പോൾ നിങ്ങളവിടെയൊക്കെ മഴ പെയ്യുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. ജൂൺ മാസം വളരെ കുറച്ച് ദിവസം ഉള്ളതുകൊണ്ട് പല സ്ഥലത്തും മഴ പെയ്യുന്നുണ്ട്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ രാവിലെ മൂടിക്കൂട്ടോ, പിന്നെ രാത്രി ആകുമ്പോഴേക്കൊക്കെ കൂടി പൊളിഞ്ഞ് ചാടും. ആകുമ്പോൾ TV ഒന്നും കാണാൻ പറ്റില്ല അല്ലേ. അപ്പോൾ പൊതുവെ എല്ലായിടത്തും അങ്ങനെയാണെന്നൊന്നും എനിക്കറിയാം. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണേ. ആരും മറക്കരുത്, എല്ലാവരും കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ വീഡിയോ ഞാൻ കൂടുതലും കുറേ ഇട്ടുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായി പോയിരുന്നു, അതുകൊണ്ടാണ്. അപ്പം ഇപ്പോൾ കൊള്ളാവുന്ന മഴയുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ്. അമ്മ കണ്ടിട്ടില്ല, കണ്ടു കഴിഞ്ഞാൽ എനിക്ക് നല്ല ചീത്ത കിട്ടും. കാരണം സ്കൂൾ തുറക്കാനായല്ലോ, വളരെയധികം 3-4 ദിവസം മാത്രമേ ഉള്ളൂ. അവരിപ്പോൾ ഒരു 5 ദിവസത്തിനുള്ളിൽ സ്കൂൾ തുറക്കും. അപ്പോൾ പനി പിടിക്കും, ജലദോഷം വരും എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തിറക്കാറില്ല മഴ പെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ ഇടിമിന്നലൊക്കെ ഇടിമിന്നലാണ് മെയിൻ, മഴയൊന്നല്ല മെയിൻ. അപ്പോൾ അത് വരുന്നതിന് മുൻപ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമൻറ്റും ഒന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ, ആരും സപ്പോർട്ട് ചെയ്യാതിരിക്കരുത്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.